എന്തായാലും ഞാൻ ലാലേട്ടനെ വിളിച്ച് വിവരം പറയാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ദീപ. പിന്നീട് ഹോസ്പിറ്റലിൽ ഗംഗാധരൻ ജയലാലിനോട് സംസാരിക്കുകയാണ്. ദീപ മോളെ കണ്ടു, സംസാരിച്ചു. അതിവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആളൊരു പഞ്ചപാവമാണെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും വാശി പിടിക്കുമോ അച്ഛാ ദീപയ്ക്ക് വേണ്ടി? ഗംഗാധരൻ ചോദിക്കുകയാണ്. അല്ല, ഈ പറയുന്നവർക്കൊക്കെ ആ കുടുംബത്തോട് എന്താ ഇത്രയ്ക്കും വലിയ വൈരാഗ്യം? അത് ദീപയുടെ അമ്മയോടുള്ള വൈരാഗ്യമാണ്. കണ്ണിക്കണ്ട അബ്കാരികൾക്കും രാഷ്ട്രീയക്കാർക്കുമൊന്നേ ഭൂമി കയ്യേറാനും പാവപ്പെട്ടവരെ ഉപദ്രവിക്കാനൊന്നും ഈ വില്ലേജ് ഓഫീസർ കൂട്ടുനിൽക്കില്ല. അവര് സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ ആണ്. ഗംഗാധരൻ പറയുകയാണ്. അത്തരക്കാരെ ഒന്നും ഉറച്ചിരിക്കാൻ സമ്മതിക്കില്ല ഈ മേളാലന്മാർ. അതേസമയം ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണ് സദാനന്ദൻ. അകത്തേക്ക് വന്ന സദാനന്ദൻ പറയുകയാണ്. സോറി, ഔചിത്യമുത്തിരി കുറവാണ്, അതുകൊണ്ടാണ് ബെല്ലടിക്കാതെ തുറന്നിങ്ങ് കയറിയത്. നമ്മളാരാന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ സദാനന്ദൻ പറയുകയാണ്. എന്നെ മോനറിയും. ജയലാൽ ചോദിക്കുകയാണ്. കാർത്തിയുടെ അച്ഛനല്ലേ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഈ നാട്ടിൽ ബിസിനസ് നടത്തുന്നത് കൊണ്ട് അറിയാം. മിസ്റ്റർ ജയലാൽ നല്ലൊരു തീരുമാനമെടുത്തെന്ന് എൻ്റെ മോൻ എന്നോട് പറഞ്ഞു. അവനിപ്പോൾ ഇവിടെ അഡ്മിറ്റാണ്. ഈ നാട്ടിൽ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, ബുള്ളറ്റ് ജഗൻ. അവനാണ് എൻ്റെ മോനെ തല്ലി ഒതുക്കിയത്. അല്ല, അത് കേട്ടപ്പോൾ ജയലാലിന് സമാധാനമായോ? ജയലാൽ ചോദിക്കുകയാണ്. എന്ത് സമാധാനം? ഞാൻ ഒരിക്കലും ഗുണ്ടായുസത്തിലോട്ടൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അപകടം പിടിച്ച ഒരു ബന്ധം വേണ്ടെന്ന് വെച്ചതും. ഗംഗാധരനെ നോക്കി അച്ഛനായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് സദാനന്ദൻ. അതേന്ന് പറയുമ്പോൾ സദാനന്ദൻ പറയുകയാണ്. എൻ്റെ പേര് സദാനന്ദൻ എന്നാണ്. അത്യാവശ്യം കള്ളു കച്ചവടവും കോറിയുമൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു ചെറിയ മുതലാളി. ഗംഗാധരൻ ചോദിക്കുകയാണ്. അല്ല, എന്താ വന്നത്? നിങ്ങളെ മോനെ ഒന്ന് കാണാനും അഭിനന്ദിക്കാനും തന്നെ. ഭാഗ്യലക്ഷ്മി എന്ന വില്ലേജ് ഓഫീസറും അവരുടെ മക്കളും വഴിതെറ്റി സഞ്ചരിക്കുന്നവരാണ്. ആ വീട്ടിൽ നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് ഭാഗ്യലക്ഷ്മിയെ കൊണ്ട് പൊറുതിമുട്ടിയ അവരുടെ ഭർത്താവാണ്, അഡ്വക്കേറ്റ് വിജയകുമാർ. ഗംഗാധരൻ പറയുകയാണ്. അപകടം പിടിച്ച ഒരു ബന്ധം വേണ്ടാന്ന് ഞാൻ മോനോട് പറഞ്ഞിരുന്നു. സദാനന്ദൻ പറയുകയാണ്. ഭാഗ്യലക്ഷ്മിയുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. അവരെവിടെയെല്ലാം വില്ലേജ് ഓഫീസറായി ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം പേരുദോഷം കേൾപ്പിച്ചിട്ടേ പോയിട്ടുള്ളൂ. ഒന്നുകിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ. ാണ് അവരുടെ പതിവ്. ഗംഗാധരൻ പറയുകയാണ്. അതൊക്കെ പോട്ടെ, അവരുടെ മോളെ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു എൻ്റെ മോൻ. അതിൽ തെറ്റൊന്നുമില്ല. അതിനെന്തിനാണ് നിങ്ങളുടെ മോൻ എൻ്റെ മോനെ ഈ പരുവത്തിൽ ആക്കിയത്? സദാനന്ദൻ പറയുകയാണ്. ആദ്യം താക്കീത് കൊടുത്തു, അത് ഫലവത്തായില്ലെങ്കിൽ പിന്നെ ശാരീരിക പീഡനമാണ്. നിങ്ങളുടെ മോന് പറ്റിയ ബന്ധമല്ല അത്. അതുകൊണ്ട് ജയലാലിനോട് എൻ്റെ മോൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറഞ്ഞു. പക്ഷെ ആ നേരത്തൊക്കെ ഇയാൾ കാർത്തിയെ കോമാളിയാക്കുകയായിരുന്നു. എന്നെയും എൻ്റെ മോനെയും തോൽപ്പിച്ചിട്ട് ഭാഗ്യലക്ഷ്മിക്കും മക്കൾക്കും ഇവിടെ സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതണ്ട. ഇപ്പോൾ തന്നെ എൻ്റെ മോനെ ഒരുത്തൻ തല്ലിയല്ലോ, ആ ബുള്ളറ്റ് ജഗൻ. അവനും നിങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അനിയത്തിയും തമ്മിൽ പ്രേമത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ രാത്രികാലങ്ങളിൽ അറപ്പുര വീട്ടിൽ പോകാറുണ്ടെന്നാണ് പരക്കെയുള്ള സംസാരം. അറപ്പുര വീട് ഏതാണെന്ന് മനസ്സിലായല്ലോ എന്ന് സദാനന്ദൻ ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്. മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേരാത്ത ബന്ധങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കരുതെന്ന്. ജയലാൽ ചോദിക്കുകയാണ്. ഞാൻ ആ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണമോ? തിരിച്ചുകൊണ്ട് സദാനന്ദൻ പറയുകയാണ്. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ജയലാലെ, അതുകൊണ്ടാണ് കൃത്യസമയത്ത് തന്നെ നീ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ആരോഗ്യത്തിനും മുന്നോട്ടുള്ള പോക്കിനും അത് നല്ലതാണ്. മനസ്സിലാകാതെ ഗംഗാധരൻ നിൽക്കുമ്പോൾ വീണ്ടും സദാനന്ദൻ ചോദിക്കുകയാണ്. പിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വിവരങ്ങളൊക്കെ അറിയാമല്ലോ? അല്ല, അവളുടെ ചരിത്രമൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ മോൻ അവളെ കെട്ടാൻ പോകുന്നത്? ഇടയ്ക്ക് കയറി ജയലാൽ പറയുകയാണ്. അതൊക്കെ അച്ഛനറിയാം, ഇനി അതേപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഗംഗാധരനെ ഒന്ന് നോക്കിയിട്ട് സദാനന്ദൻ പറയുകയാണ്. ഓ, എന്നാലും ഇയാൾക്കെന്തോ അറിയാത്തതുപോലെ. ദേഷ്യപ്പെട്ട് ജയലാൽ പറയുകയാണ്. അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. സദാനന്ദൻ പറയുകയാണ്. ഓ ആയിക്കോട്ടെ, എൻ്റെ മോന്റെ ദേഹത്ത് ബുള്ളറ്റ് ജഗൻ കൈവച്ചെങ്കിൽ അതിൽ നിനക്ക് പങ്കൊന്നും ഇല്ലല്ലോ ജയലാലേ. ഗംഗാധരൻ പറയുകയാണ്. അതെ, അത് തൻ്റെ മോന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എൻ്റെ മോനെ അടിച്ചെങ്കിൽ അതിനുള്ള തിരിച്ചടി കിട്ടും. കാരണം അവൻ അത്ര മാന്യമായിട്ട് ജീവിക്കുന്നവനാണ്. ആയിക്കോട്ടെ, പക്ഷെ അത്ര മാന്യന്മാർക്ക് കയറി ചെല്ലാനുള്ള വീടല്ല അറപ്പുര വീട്. അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഇടയ്ക്ക് കാണാം എന്ന് പറഞ്ഞു പോവുകയാണ് സദാനന്ദൻ. സദാനന്ദൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തേക്ക് വരികയാണ് രാഗിണി. രാഗിണി ചോദിക്കുകയാണ്. ആരാ? മീശയൊന്ന് തടവിയിട്ട് സദാനന്ദൻ ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ ആരാണ്? ദേഷ്യപ്പെട്ട് രാഗിണി ചോദിക്കുകയാണ്. ഞാൻ ആരാണെന്ന് പറഞ്ഞാലേ ഇയാൾ ആരാണെന്ന് പറയത്തുള്ളൂ. പെട്ടെന്ന് ഓടി വന്ന് ഗംഗാധരൻ പറയുകയാണ്. എൻ്റെ ഭാര്യയാണ്. രാഗിണിയെ ഒന്ന് നോക്കിയിട്ട് സദാനന്ദൻ പറയുകയാണ്. ഓഹോ, ഞാൻ മോനെ ഒന്ന് ഉപദേശിക്കാൻ വന്നതാണ്. ഇനി കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞോളും.
ആനന്ദൻ പോയ ശേഷം ഗംഗാധരനോട് രാഗിണി ചോദിക്കുകയാണ്, ആരാ കിളവൻ? ജയലാൽ പറയുകയാണ്, എന്റെ ഒരു കസ്റ്റമറാണ്, എന്റെ ഷോറൂമിൽ നിന്ന് കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ദേഷ്യപ്പെട്ട് രാഗിണി ചോദിക്കുകയാണ്, നിന്റെ ഷോറൂമിൽ നിന്നും കാറ് വാങ്ങിയ ഒരുത്തൻ നിന്നെ തല്ലിയെന്നല്ലേ പറഞ്ഞത്, അത് ഇയാളാണോ? ഗംഗാധരൻ പറയുകയാണ്, അയ്യോ അത് ഇയാളല്ല, പക്ഷേ ആ സംഭവം അറിഞ്ഞിട്ട് മോനെ കാണാൻ വന്നതാണ് അയാൾ. രാഗിണി പറയുകയാണ്, നിന്നെ തല്ലാൻ കാരണക്കാരൻ അവനാണെങ്കിൽ അവൻ ഇതിലും ഗുരുതരമായിട്ട് ഇവിടെ കിടക്കേണ്ടി വരും. പുറത്തിട്ടിരിക്കുന്ന കസേരയുണ്ടല്ലോ, അതെടുത്ത് ഞാൻ അവന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും. അവനെ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് രാഗിണി പോകാൻ തുടങ്ങുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് ജയലാൽ. അമ്മ അങ്ങോട്ടൊന്നും പോണ്ട, അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവന്റെ മീശ കാട്ടിയുള്ള സംസാരവും നോട്ടവും ഒക്കെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഇത്തിരി സമയം കൂടി അവനിവിടെ നിന്നിരുന്നെങ്കിൽ അവന്റെ പ്രായം നോക്കാതെ അവന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരുത്തനെയും ഞാൻ വിലവയ്ക്കില്ല. രാഗിണിയുടെ സംസാരം കേട്ട് ഗംഗാധരൻ മനസ്സിൽ കരുതുകയാണ്, അയാൾക്ക് ചേർന്നവൾ തന്നെയാണ് ഇവള്, രണ്ടിന്റെയും സംസാരം തമ്മിൽ ചേരും. പെട്ടെന്ന് രാഗിണി ചോദിക്കുകയാണ്, ഗംഗേ എന്താ ഇപ്പോൾ മനസ്സിൽ പറഞ്ഞത്? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് ഗംഗാധരൻ പറയുമ്പോൾ രാഗിണി ചോദിക്കുകയാണ്, ഉറപ്പാണല്ലോ? അതെ ഉറപ്പാണ്. എന്നാ പിന്നെ പൊയ്ക്കോ, പുറത്തെങ്ങാനും പോയിരിക്കെ, വിളിക്കുമ്പോൾ വന്നാൽ മതി. ശരിയെന്നും പറഞ്ഞു പോവുകയാണ് ഗംഗാധരൻ. ഇപ്പോ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ജയലാൽ. പിന്നെ വന്നായിരുന്നു ആ ദീപ? വന്നു എന്ന് പറയുകയാണ് ജയലാൽ. ജോത്സ്യൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുകയാണ്. പേടിച്ച് മനസ്സിൽ കരുതുകയാണ് ജയലാൽ. സദാനന്ദനെയും മോനെയും അമ്മ കണ്ടാൽ അതോടുകൂടി എല്ലാം തീരും. പിന്നീട് ദീപയെ ഫോൺ ചെയ്യുകയാണ് ജയലാൽ. അമ്മ അങ്ങോട്ട് മാറിയ സമയത്താണ് ഞാൻ വിളിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ദീപ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ജയലാൽ. ഇനി അവിടെ വെച്ച് കാർത്തിയുടെ അച്ഛൻ ലാലേട്ടന്റെ അമ്മയെ കാണുമോ? എനിക്കും അങ്ങനെ ഒരു പേടിയില്ലാതില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങണം. ശരീരത്തിന് കേടല്ലേ ലാലേട്ടാന്ന് ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, ഇപ്പോൾ എന്റെ ശരീരത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് തനിക്കാടോ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കാതെ വന്നാൽ അതിൽ തല്ലുകൊണ്ടതിനേക്കാളും വേദനയായിരിക്കും. അവിടെ ശരീരത്തിനല്ല പരുക്ക് പറ്റുന്നത് മനസ്സിനാണ്. എനിക്കും നല്ല പേടിയുണ്ട്. പേടിക്കേണ്ട ദീപേ, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനും താനും പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ ഒന്നിപ്പിക്കും. എല്ലാ തടസ്സങ്ങളും തട്ടിമാറ്റിയിട്ട് എന്നാൽ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. അമ്മ ഇനി വന്നാൽ സംസാരിക്കുന്നത് കണ്ടാൽ ദേഷ്യമാകും. പിന്നീട് റൂമിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് ദിയ പറയുകയാണ്, അങ്ങോട്ട് എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, പിന്നെന്താ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാത്തത്? വീണ്ടും ജഗനെ വിളിക്കുകയാണ് ദീപ, പക്ഷേ കിട്ടുന്നില്ല. കേസും വഴക്കുമൊക്കെ ഒരുപാടുള്ളതല്ലേ, ഇനി പോലീസ് സ്റ്റേഷനിലോ മറ്റോ ആയിരിക്കുമോ? വീണ്ടും ഫോൺ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ് ദിയ. പിന്നീട് കാണിക്കുന്നത് രാത്രി ജഗനെയും ബിനുവിനെയുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജഗൻ പറയുകയാണ്, മിക്ക ദിവസങ്ങളിലും ദിയ വിളിക്കുമായിരുന്നു. ബിനു ചോദിക്കുകയാണ്, ഇന്നും വിളിച്ചായിരുന്നല്ലോ? വിളിച്ചു, പക്ഷെ ദിയയുടെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതല്ലേ. പിന്നെ അവള് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ശരിയാണോടാ? എന്നാ പിന്നെ എടുക്കണ്ടെണ്ണ. അന്നേരം ദേഷ്യപ്പെട്ട് ജഗൻ പറയുകയാണ്, എടുക്കണ്ട എന്നൊക്കെ നിനക്ക് പറയാം. എല്ലാ ദിവസവും അവളുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നത് കൊണ്ട് ഇപ്പോൾ കേൾക്കാത്തതുപോലെ എന്തോ ഒരു വിഷമം പോലെ. അങ്കിനകത്ത് ഒരു കല്ലെടുത്ത് വച്ചത് പോലെയാണ്. പിന്നെ ചോദിക്കുകയാണ്, അത്രയ്ക്ക് ഭാരമാണോ? എങ്കിൽ പിന്നെ വിളിച്ചിട്ട് കാര്യം പറയ്. ചേച്ചിയുടെ അമ്മ താക്കീത് തന്നെന്ന് പറയ്. അത് മോശമല്ലേടാ, ദിയയോട് പറയരുതെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. വാക്ക് കൊടുത്തിട്ട് ഇനി മാറാൻ എനിക്ക് വയ്യ. തിരിച്ചുകൊണ്ട് ബിനു പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ലേ, ആദ്യമായിട്ട് പ്രേമിച്ചാലുള്ള കുഴപ്പം ഇതാണ്. അണ്ണന്റെ ലുക്ക് കണ്ടിട്ട് എത്ര പെണ്ണുങ്ങൾ ആരാധനയോടുകൂടി നോക്കിയിട്ടുണ്ടെന്നറിയാമോ? അന്നൊന്നും ഒന്നിനെയും അണ്ണൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജഗൻ പറയുകയാണ്, പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരെ എനിക്ക് വിളി വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്, പക്ഷെ ഇതുവരെ ആർക്കും പിടികൊടുത്തിട്ടില്ല. പക്ഷെ ഇത് ഞാൻ പോലും അറിയാതെ എന്റെ അടുത്തേക്ക് വരികയായിരുന്നു. നമുക്ക് ഈ നാട്ടിലൊരു പേരുള്ളത് കൊണ്ട് പെൺപിള്ളേരെ പ്രേമിക്കാനേ പറ്റത്തുള്ളൂ, പക്ഷെ കെട്ടാനൊന്നും പറ്റത്തില്ല. പക്ഷെ ചേച്ചിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവര് ചിലപ്പോൾ അണ്ണന്റെ കൂടെ ഇറങ്ങി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ജഗൻ പറയുകയാണ്, ഏയ് അമ്മയെ മറന്നിട്ട് ദിയ ഒന്നും ചെയ്യില്ല, സ്വഭാവമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ബിനു പറയുകയാണ്, അത് ശരി. അപ്പൊ പ്രേമം അറിഞ്ഞിട്ട് ആ കൊച്ചിന്റെ അമ്മയങ്ങ് വിട്ടുകളയാൻ പറഞ്ഞാൽ അണ്ണൻ നെഞ്ചിനകത്തൊരു ഭാരവും വെച്ചുകൊണ്ട് നടക്കേണ്ടി വരില്ലേ? ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതിരുന്നു, പക്ഷെ ഇത് വല്ലാത്തൊരു വേദന തന്നെയാടാ. എത്ര സമയം ഇനി ഇവളിങ്ങനെ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കാൻ കഴിയും എന്നെനിക്കറിയില്ല. അവളിപ്പോൾ വേദനിക്കുന്നുണ്ടാവും അല്ലേടാ? ദേ ഈ പെണ്ണുങ്ങളുടെ കാര്യം നമ്മൾ 2 ദിവസം വിളിക്കാതിരുന്നാൽ അവളുമാരുടെ പാട്ടിനങ്ങ് പോകും. ഉറപ്പാണോന്ന് ജഗൻ ചോദിക്കുമ്പോൾ ബിനു പറയുകയാണ്, ഉറപ്പാണോന്നോ? 2-3 പെൺപിള്ളേരെ പ്രേമിച്ച എന്റെ അനുഭവം ഇതാണ്. പിന്നീട് രാവിലെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ജയലാലും
ഗംഗാധരനും. അന്നേരം ബെൽശബ്ദം കേൾക്കുമ്പോൾ ജയലാൽ പറയുകയാണ് അമ്മയായിരിക്കും. ഓ വന്നോന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് ഗംഗാധരൻ. അതിൽ തുറക്കുമ്പോൾ ഹരിയെ കണ്ട് പരിഭ്രമിക്കുകയാണ് ഗംഗാധരൻ. ചോദിക്കുകയാണ് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതിരാവിലെ എന്തായാലും അമ്മ കാണില്ലെന്നറിയാം, അതുകൊണ്ടാണ് വന്നത്. ജയലാലിനെ കണ്ട് വിഷമിച്ച് ഹരി ചോദിക്കുകയാണ് എങ്ങനെയുണ്ടെടാ? കുഴപ്പമൊന്നും ഇല്ല. ഗംഗാധരൻ പറയുകയാണ് കുഴപ്പമുണ്ടാക്കാനാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. എടാ മോനെ, നീ കണ്ടല്ലോ, ഇനിയിപ്പോൾ പൊയ്ക്കോ. വന്ന സ്ഥിതിക്ക് ഇവനോട് 2 വർത്തമാനം പറയാതെ എങ്ങനെയാച്ചാ പോകുന്നത്? അച്ഛന്റെ മൂത്ത മോനെ കാണണ്ട എന്ന് വെച്ച് എനിക്ക് എന്റെ അച്ഛനെയും അനിയനെയും കാണണ്ടേ? ഗംഗാധരൻ പറയുകയാണ് എടാ, രാഗത്തിന് ഇഷ്ടമല്ല നീ ഇങ്ങോട്ട് വരുന്നത്. വിളങ്ങാനും ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ നിനക്ക് പിന്നെ ആരെയും കാണാൻ പറ്റില്ല, അതുപോലെ നിന്നെ ഞങ്ങൾക്കും. ജയലാൽ ചോദിക്കുകയാണ് അതിരാവിലെ വിളിച്ചിട്ട് അമ്മയുണ്ടോന്ന് ചോദിച്ചത് ഇങ്ങോട്ട് വരാനായിരുന്നു അല്ലേ? ഹരി ചോദിക്കുകയാണ് എടാ, നിന്നോട് ആർക്കാടാ ഇത്ര ശത്രുത? ഗംഗാധരൻ പറയുകയാണ് ശത്രു അടുത്ത മുറിയിൽ തന്നെയുണ്ട്. ഇവനെ തല്ലിയവൻ ആർത്തി എന്ന് പറയുന്ന ഒരുത്തനും അവന്റെ ഗുണ്ടകളും കൂടി ചേർന്നാണ് എന്നെ തല്ലിയത്. ദീപയെ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല, അതാണ് അവരുടെ ആവശ്യം. അതിനവർക്ക് ദീപയോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? അത് എന്ന് ജയലാൽ പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് അത് പിന്നെ അനിയന് ചേട്ടനോട് ഒരുപാട് പറയാനുണ്ട്. അതിവൻ സമയവും സന്ദർഭവും ഒക്കെ കിട്ടുമ്പോൾ പറഞ്ഞു തരും. ദയവ് ചെയ്ത് നീ ഇപ്പോൾ ഒന്ന് പോകാൻ നോക്ക്. രാഗം ഉടനെ വരും എന്നൊക്കെ പേടിച്ചു പറയുകയാണ് ഗംഗാധരൻ. ശരിയേട്ടാ, അമ്മ അവിടെ നിന്ന് പുറപ്പെട്ടു. 1 മണിക്കൂർ മുമ്പേ എന്നെ വിളിച്ചിരുന്നോ? ഹരി ചോദിക്കുകയാണ് അവിടെ നിന്ന് ഇവിടെ എത്താൻ ഒരു 10-40 കിലോമീറ്റർ ഇല്ലേടാ? ഗംഗാധരൻ പറയുകയാണ് എടാ, അതിന് രാവിലെ വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ല. 1 മണിക്കൂർ മതി കഷ്ടിച്ച് ഇവിടെ എത്താൻ. നിന്നെ എങ്ങാനും ഇവിടെ വെച്ച് രാഗം കണ്ടാൽ എല്ലാവർക്കും ഇടി ഉറപ്പാണ്. ഹരി ദേഷ്യപ്പെടുകയാണ് അച്ഛൻ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായിപ്പോയതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഞാൻ ഈ രീതിയിൽ മുൻപോട്ട് പോയില്ലായിരുന്നെങ്കിൽ കുട്ടിക്കാലത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ നഷ്ടമായേനെ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരു ധീര ജവാനെ പോലെ ജീവിക്കച്ചാ. ലാൽ പറയുകയാണ് അത് കാണാനുള്ള ഭാഗ്യമൊന്നും ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകില്ല. ഹരി പറയുകയാണ് അച്ഛൻ പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എടാ മോനെ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആരെയെങ്കിലും വിട്ടോളാം. ജയും കാത്തിരിക്കുകയാണ് നിന്റെ വിവരങ്ങൾ അറിയാൻ. ഗംഗാധരൻ പറയുകയാണ് അയ്യോ, കാത്തിരിക്കുകയൊന്നും വേണ്ട. നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാഗം അവളെ കണ്ടു കഴിഞ്ഞാൽ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ അവളെ നാളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഹരി പറയുകയാണ് ഞാൻ വിളിച്ചാലൊന്നും അവൾ ഇങ്ങോട്ട് വരില്ല. അവൾക്ക് അവളുടെ അമ്മായിയമ്മയെ പറ്റി നല്ല ധാരണയുണ്ട്. അപ്പൊ ശരിയിടാന്ന് ഹരി പറയുമ്പോൾ വീണ്ടും പേടിച്ച് ഗംഗാധരൻ പറയുകയാണ് നോക്കിയൊക്കെ പോണേടാ, അവളിപ്പോൾ ഇങ്ങെത്തും. ഹരി പോയ ശേഷം ഗംഗാധരൻ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവന് നിന്നോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ടാണ് പുലിമടയിലോട്ടാണെന്നറിഞ്ഞിട്ടും അവൻ ഇങ്ങോട്ട് നിന്നെ കാണാനായി പോന്നത്. ഹരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എതിരെ ഇടനാഴിയിലൂടെ വരികയാണ് രാഗിണി കണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ഹരി. ജയലാലിനോട് ഗംഗാധരൻ പറയുകയാണ് രാഗം ജയിലിലായതിനു ശേഷം നിന്റെ രക്തം തിളപ്പിക്കാൻ വേണ്ടി നിന്നോട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു, പറയാവുന്നതൊക്കെ പറഞ്ഞു. എന്നിട്ടും നിനക്ക് നിന്റെ ഏട്ടനോട് ദേഷ്യം തോന്നാതിരുന്നതാണ് ഏറ്റവും വലിയ വിജയം. അന്ന് ഏട്ടന് സംഭവിച്ച വേദന എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനറിയാമല്ലോ, പ്രഷർ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യയെക്കുറിച്ച് പോലും ഏട്ടൻ അന്ന് ചിന്തിച്ചിരുന്നു. അന്ന് കൂടെ നിന്ന് ധൈര്യം കൊടുത്തില്ലായിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞേനെ. അന്നേരം വാതിൽ തുറന്നു വരുന്ന രാഗിണിയെ കണ്ട് ഒന്ന് ഭയപ്പെടുകയാണ് ഗംഗാധരനും ജയലാലും. ഗംഗാധരൻ ചോദിക്കുകയാണ് രാഗം ആരെയെങ്കിലും കണ്ടായിരുന്നോ? രാഗിണി പറയുകയാണ് ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും നഴ്സുമാരെയും ഒക്കെ കണ്ടായിരുന്നു. അത്രയുള്ളോന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ രാഗിണി ചോദിക്കുകയാണ് അല്ല, കാണാൻ പാടില്ലാത്ത ആരെങ്കിലും ഇങ്ങോട്ട് വന്നായിരുന്നോ? ആരും വന്നില്ലമ്മേന്ന് പറയുകയാണ് ജയലാൽ. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താ? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് ഗംഗാധരൻ. രാഗിണി പറയുകയാണ് ഏട്ടനും അനിയനും ഏട്ടത്തിയമ്മയെന്നൊക്കെ നല്ല ലോഹ്യത്തിലാണെന്ന് എനിക്കറിയാം. അവനെങ്ങാനും ഇങ്ങോട്ട് വന്നായിരുന്നോ? ഒന്നും പറയാതെ ജയലാലും ഗംഗാധരനും നിൽക്കുമ്പോൾ ഒന്ന് ഉച്ചത്തിൽ രാഗിണി ചോദിക്കുകയാണ് വന്നായിരുന്നോന്ന്. ഒന്ന് മണം പിടിച്ചിട്ട് രാഗിണി ചോദിക്കുകയാണ് അവൻ വന്നതുപോലെ എനിക്ക് തോന്നുന്നല്ലോ. അവൻ സ്ഥിരമായിട്ട് പൂശാറുള്ള സ്പ്രേയുടെ മണമുണ്ട് ഈ മുറിക്കകത്ത്. അത് കേട്ട് അന്തിച്ചു നിൽക്കുകയാണ് ജയലാലും ഗംഗാധരനും. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.